ജോൺസേട്ടാ, ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈയിടെയായിട്ട് സൗദി, ഖത്തർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചർച്ച നടത്തുകയും അവരായിട്ട് കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങളിൽ ഏർപ്പെടുകയും മറ്റു ഇതുണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് ആഗോളതലത്തിൽ എന്ത് മാറ്റം വരാനാണ് സാധ്യത? ഓക്കെ, സൗദി അറേബ്യ ഇന്ന് ഗൾഫ് മേഖലയിൽ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ്. ഏറ്റവും സമ്പത്തുള്ള രാജ്യമാണ്, ഏറ്റവും ശക്തിയുള്ള രാജ്യമാണ് സൗദി അറേബ്യ. സമീപ ഭാവിയിൽ 25 അല്ലെങ്കിൽ 30-50 വർഷം കഴിയുമ്പോഴേക്കും ഈ പെട്രോള്, ഡീസൽ എന്നുള്ള വസ്തുതകളുടെ ആവശ്യകത ലോകത്ത് ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം പരമാവധി ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്കും മറ്റു പല ഇതിലേക്കും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ പെട്രോള്, ഡീസലിന് ഡിമാൻഡുകൾ ഉണ്ടാവാത്തൊരവസ്ഥ വരും. അതിക്ക് മുന്നേ തന്നെ ഈ ഗൾഫിൽ വിജയിച്ച് നിൽക്കുന്ന, പെട്രോളുമായി ബന്ധപ്പെട്ട് വിജയിച്ച് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ആ ഒരു സാഹചര്യം മുന്നിൽ കൊണ്ട് അതിക്ക് മുന്നേ തന്നെ അവർക്ക് വളരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ UAE ആണെങ്കിലും, സൗദി ആണെങ്കിലും, ഖത്തറാണെങ്കിലും, ബഹ്റൈനാണെങ്കിലും അവർക്ക് വളരാൻ വേണ്ട സാഹചര്യങ്ങൾ തന്ത്രപരമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ അമേരിക്കയുമായി കൈ കോർത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ മൂലധനം അമേരിക്കയിൽ ഇറക്കുകയോ അതുപോലെ തിരിച്ചും ചെയ്ത് സർവ്വ മേഖലയിലും ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ചാൻസാണ് അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എഫക്റ്റായിട്ട് സംഭവിക്കുകയാണെന്ന് തീവ്രവാദ ലൈനിൽ എന്താ പറയുക, മത തീവ്രവാദത്തെ പിന്തുണച്ച് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് എന്നുള്ള ഇത് വളരെ ഭീഷണിയാണ്. ഇപ്പോൾ ഇറാൻ, ഈ ഹൂത്തികൾ, അതുപോലെ തന്നെ ഈ പാലസ്തീനിലെ ഹമാസ്, അപ്പോൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മുഴുവൻ ഇതൊരു ഭീഷണിയാണ്. കാരണം ലോകം സാമ്പത്തികമായ പുരോഗതിയിലേക്ക്, സെറ്റപ്പിലേക്ക് പോകണമെങ്കിൽ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യണം. അതുകൊണ്ട് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രശ്നം പിടിച്ച അവസ്ഥയാണ്. ഒരുപക്ഷെ ഇസ്രായേലും അറബ് രാജ്യങ്ങളുമായി ഒരുപക്ഷെ നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എല്ലാം അവസാനിക്കാനുള്ളൊരു സാധ്യത പോലും ഈ വിഷയത്തിലുണ്ട്. എന്തെങ്കിലും ലോകത്തിൻ്റെ ഭാവി നോക്കുമ്പോൾ ഈ എന്താ പറയുക, സൗദി അറേബ്യൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ സംസാരം, വ്യാപാര ബന്ധങ്ങളും ലോകത്തിന് ഭാവിയിൽ എന്താ പറയുക, നന്മയെ കൂടുതൽ നന്മയിലേക്കാണ് ലോകത്തെ നയിക്കുക എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരിക്കലും അത് ലോകത്തിന് ദോഷമായിട്ട് മാറില്ല എന്നും നല്ല രീതിയിലാണ് മാറുക. ട്രംപ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരൻ എപ്പോഴും വ്യാപാര കണ്ണും ബിസിനസ് മൈൻഡിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും യുദ്ധ അന്തരീക്ഷമോ എന്താ പറയുക, സമാധാനമില്ലാത്ത അവസ്ഥ ലോകത്തിലുണ്ടാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അത് മൊത്തം ലോകത്തിന് ഗുണകരമായിട്ട് മാറും. എന്തായാലും ഭാവിയിൽ ഗൾഫ് മേഖലയിൽ ശാന്തി സമാധാനം വരികയാണെങ്കിൽ ലോകം മുഴുവനും ശാന്തി സമാധാനം വരാനുള്ള സാധ്യതയാണ്. മാത്രമല്ല തീവ്രവാദികൾക്ക് ലോകത്തിൽ ഒരു നിലയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആകെ തുക. കാരണം ഒരിക്കലും ഇനി തീവ്രവാദത്തിനെ ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. ഓക്കെ.